എനിക്കിത് സംഭവിക്കുമോ, നമ്മൾ എന്താണോ ഭയപ്പെടുന്നത് അത് സംഭവിച്ചിരിക്കും. ഇവനും പോകും ഒരു ദിവസം. വിശ്വാസമില്ല എനിക്ക് അവനിൽ. പിന്നെ ഞാൻ എന്ത് ചെയ്യും, അവൻ പോവാതിരിക്കാൻ വേണ്ടി അവനെ ഞാൻ കൺട്രോൾ ചെയ്യും. അവന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ ഇടപെടാൻ തുടങ്ങും. അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളാവില്ലേ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏതൊരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഗിൽറ്റ് ഫീലിങ്ങിലേക്ക് നിങ്ങൾ പോകണം. ഗിൽറ്റ് വന്നാലും നമുക്ക് പ്രശ്നമാണ്. ഗിൽറ്റ് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നൊരു ഇമോഷനാണ്. അത് സാരമില്ല, അതൊക്കെ സംഭവിച്ചു, ലെറ്റ് ഇറ്റ് ഗോ. ഇന്നത്തെ കാലത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് പ്രണയബന്ധങ്ങൾ. ഇപ്പൊ ഒരുപാട് ഷിപ്പാണ്, റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റിലേഷൻഷിപ്പുകളുണ്ട്. ഇതിലെ ഏറ്റവും മെയിൻ വില്ലനായി നിൽക്കുന്ന ഒരു പ്രോബ്ലം, ഞാൻ എൻ്റെ മനസ്സിൽ ഇന്ന ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഞാൻ അതൊരിക്കലും വേറെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. സ്ത്രീ പുരുഷൻ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന റോള്. സ്ത്രീ ഇന്നതായിരിക്കണം, പുരുഷൻ ഇന്നതായിരിക്കണം, എങ്കിൽ മാത്രമേ ഫാമിലി വിജയിക്കുള്ളൂ. നഷ്ടപ്പെട്ടു പോകുമോ അത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഇവർ പാരൻസ് വേർപിരിയുന്നത്. അപ്പം അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണും. വന്ദന മാം, നമുക്കറിയാം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ പാർട്ട്നേഴ്സ് ആവുമ്പോൾ അതിലൊരാളുടെ ദേഷ്യമാവാം, അല്ലെങ്കിൽ ഒരാളുടെ ഓവർ സങ്കടമാവാം, സെൻസിറ്റിവിറ്റി ആകാം. ഇതൊക്കെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ചില റിലേഷൻഷിപ്പ്, എൻ്റെ ഫ്രണ്ടിൻ്റെ റിലേഷൻഷിപ്പിൽ അവരുടെ ഹസ്ബൻഡ് ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഇതുപോലെയാണ്, വളരെ ദേഷ്യക്കാരനാണ്. ഇയാളുടെ അച്ഛൻ അമ്മയെ ട്രീറ്റ് ചെയ്ത പോലെയാണ് ഇദ്ദേഹം ഇപ്പോൾ ഇവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഈ ചൈൽഡ്ഹുഡ് ട്രോമകളുടെ ഭാഗമാവും. ഈ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ ഒരാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുള്ളതാണല്ലോ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി അണ്ടർസ്റ്റാൻഡ് അവർ സെൽഫ്. അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വേറൊരാളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. പിന്നെ ഇതുപോലെ ഫാമിലിയിൽ ഇപ്പോൾ കുട്ടികൾ വാച്ച് ചെയ്യുന്നത് പാരൻസ് പ്ലസ് ടീച്ചേഴ്സ്. കാരണം കൂടുതൽ സമയം അവർ ചിലവഴിക്കുന്നത് ഈ രണ്ട് സ്ഥലത്താണ്. വീട് വിട്ടാൽ സ്കൂള് വിട്ടാൽ വീട്. അപ്പോൾ ചില സമയത്ത് പാരൻസിനെക്കാട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ടീച്ചേഴ്സിന് പറ്റും, ചിലയിടത്ത് പാരൻസ് തന്നെ ആയിരിക്കും. അപ്പം ഈ പാരൻസിൻ്റെ ഓരോ ബിഹേവിയറും ഇവർ വാച്ച് ചെയ്യുന്നുണ്ടാകും. ഇപ്പം നമ്മൾ സാധാരണ കുട്ടികളോട് പറയും കള്ളം പറയാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലേ. എന്നിട്ട് നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ വീട്ടിലൊരാൾ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ അകത്ത് നിന്നിട്ട് കൊച്ചിനോട് പറയും ഞാനിവിടെ ഇല്ല എന്നൊന്ന് പറഞ്ഞേക്കാൻ പറയും ഇല്ലേ. അപ്പോൾ അവിടെ കുട്ടിക്കൊരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കള്ളം പറയാൻ പാടില്ല എന്ന് പറയുന്ന ആൾ തന്നെ എന്നോട് കള്ളം പറയാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ കുട്ടി വിചാരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാലും നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ നോ പ്രോബ്ലം, പറഞ്ഞാൽ മതി, അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മുടെ ഓരോ ചലനങ്ങളും ഫാമിലി ബോണ്ടിങ്, അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം, അവർ സംസാരിക്കുന്ന രീതികൾ, അവർ പരസ്പര ബഹുമാനത്തോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ കുട്ടികളും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ വൈഫ് ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന രീതിയും തിരിച്ചുള്ള രീതിയും കുട്ടികൾ വാച്ച് ചെയ്യും. വൈഫ് എങ്ങനെയാണോ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നത് അതേ രീതിയിൽ കുട്ടികൾ അച്ഛനോട് സംസാരിക്കും. അതെ, ചില അച്ഛന്മാരെ കുട്ടികൾ പേര് വിളിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഭാര്യ വിളിക്കുന്നത് കേട്ട് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ട് അച്ഛനങ്ങ് പൊക്കോളും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അവർ വാച്ച് ചെയ്യും. നമ്മൾ വിചാരിക്കും ഇവരിതൊന്നും കേൾക്കുന്നില്ല, അറിയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മൾ വഴക്കുണ്ടാക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉറച്ച് സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് കുട്ടികളെ മാറ്റിക്കിടത്തണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പിന്നിൽ നിൽക്കുന്നത് ഇവരെപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഒബ്സർവേഷൻ ഇവരുടെ ഉള്ളിൽ കാണും. അത് അവരതിനെ സ്വീകരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിൽ കള്ളം പറയേണ്ടടുത്ത് കള്ളം പറയുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, ഇങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ ഹസ്ബൻഡ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ വൈഫ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ പാറ്റേൺ കണ്ടു വളരുന്ന കുട്ടികൾ അവർ ഫാമിലി ലൈഫിലേക്ക് പോകുമ്പോൾ അവർ ആ റോൾ എടുക്കും. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരച്ഛനും അമ്മയും
എന്നും തല്ലാണ്. ഈ അച്ഛൻ അമ്മയെ അടിക്കുന്നു. ഈ അമ്മ അതിൽ സങ്കടപ്പെടുന്നത് ഈ മകൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മ അത് കഴിഞ്ഞിരുന്ന് കരയുന്നത്, ആ വേദന അനുഭവിക്കുന്നത് ഒക്കെ ഈ മകൻ കാണുന്നുണ്ട്. അപ്പൊ ഒരിക്കലും തന്റെ അമ്മ വേദനിക്കുന്നത് ഒരിക്കലും ആ കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. പക്ഷെ ആ കുട്ടി അപ്പൊ ജീവിതത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്റെ ഭാര്യയ്ക്ക് ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നതിന് പകരം അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ഭാര്യമാരെ ട്രീറ്റ് ചെയ്യുന്നത്? അതെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഓരോന്ന് കാണുമ്പോൾ അവിടെ രണ്ടുപേരെയും കാണുന്നുണ്ട്, അമ്മയെ സങ്കടപ്പെടുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു പുരുഷൻ പെരുമാറേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ളൊരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. കാരണം ഫാമിലിയിൽ വരുമ്പോൾ അങ്ങനെയാണല്ലോ, സ്ത്രീ പുരുഷൻ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന റോള്. സ്ത്രീ ഇന്നതായിരിക്കണം, പുരുഷൻ ഇന്നതായിരിക്കണം, എങ്കിൽ മാത്രമേ ഫാമിലി വിജയിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. പക്ഷെ കുട്ടി അവിടെ ആണുങ്ങൾ ഇങ്ങനെ പെരുമാറണം, പെണ്ണുങ്ങൾ ഇങ്ങനെ ഡൊമിനന്റ് ആയിരിക്കണം, അതാണ് കുട്ടി എടുക്കുന്നത്. ഓൾറെഡി ഇഷ്ടമല്ലായിരിക്കും, സങ്കടം, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ സോറി ഒക്കെ പറയായിരിക്കും. പക്ഷെ എനിക്ക് വാല്യൂ വരണമെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്നേ മതിയാവുള്ളൂ. ഒരാൺ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. അത് അച്ഛൻ്റെ പെരുമാറ്റത്തിൽ നിന്നാണ് പഠിക്കുന്നത്. പക്ഷെ അച്ഛൻ വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്ന ഒരാളാണെങ്കിൽ കുട്ടി അതുപോലെ ആയിരിക്കും, അതുപോലെ കെയർ ചെയ്യുന്ന ആളായിരിക്കും, അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും. കാരണം അവർക്ക് പറയാനുണ്ട്, ഞാൻ ഇതാണ് കണ്ടത്. ഒരമ്മ ഇതുപോലെ നമ്മൾ ഒരു അമ്മയോട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് കുട്ടിക്ക് ഇങ്ങനെ കുട്ടി പറഞ്ഞത് ഇങ്ങനെ, അമ്മ എന്നെ ഞാൻ വിചാരിക്കുന്ന പോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് എന്താണ്, എനിക്കിതാണ് കിട്ടിയത്, എനിക്കിതേ കൊടുക്കാൻ അറിയുള്ളൂ. നമ്മൾ കിട്ടിയത് ഇങ്ങനെ പകർത്തി കൊടുത്തു കൊണ്ടുപോകുന്നതല്ലാതെ അതിൽ നിന്നൊരു ചേഞ്ചിലേക്ക് വരാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എനിക്കിത് കിട്ടി, ഞാനിത് കൊടുക്കുന്നു. പക്ഷേ ഓപ്ഷൻസ് വേറെ ഉണ്ട്, ചോയ്സ് വേറെ ഉണ്ട്, നമ്മൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ ഹീലിംഗ് കൊടുക്കുമ്പോൾ അവർ ഈ സ്ഥിരമായി സഞ്ചരിച്ച പാത്തിൽ നിന്ന് നമുക്ക് അവരൊന്ന് മാറ്റി സഞ്ചരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷൻ അവർ കൊടുക്കുന്ന സാധനം ഡിഫറെന്റ് ആയിരിക്കാൻ സാധിക്കുന്നുള്ളതാണ്. യെസ്, തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അറ്റൻഡ് ചെയ്യുന്ന പാരന്റ്സ് അവർക്ക് ആ ഗിൽറ്റ് ഫീലിംഗിലേക്ക് വരും. അപ്പം നമ്മൾ പറയാം, ഗിൽറ്റ് ഫീലിംഗിലേക്ക് നിങ്ങൾ പോകരുത്. അയ്യോ, ഞാനിതൊക്കെ ചെയ്തു പോയല്ലോ, എന്താണ് ഞാൻ എൻ്റെ കുട്ടിയോട് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ പറയാം, അവിടെ ഗിൽറ്റ് ഫീലിങ്ങിലേക്ക് നിങ്ങൾ പോകരുത്. ഗിൽറ്റ് വന്നാലും നമുക്ക് പ്രശ്നമാണ്. ഗിൽറ്റ് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നൊരു ഇമോഷനാണ്. അത് സാരമില്ല, അതൊക്കെ സംഭവിച്ചു, ലെറ്റ് ഇറ്റ് ഗോ, പ്ലീസ് ആസ്ക് ഫോർഗിവ്നെസ്. ആ ഫോർഗിവ്നെസ് കൊടുത്ത് ഇനിയുള്ള സമയം അവരെ എങ്ങനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും ആ രീതിയിൽ അവരെ കെയർ ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പിന്നെ അവർക്ക് ഹീലിംഗ് ആവശ്യമായ സമയത്ത് അത്യാവശ്യമായ ആ ഹീലിംഗ് ആ കുട്ടികൾക്കും കൊടുക്കേണ്ടി വന്ന സന്ദർഭം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് ആ ഹീലിംഗ് കൊടുക്കുക തന്നെ വേണം. ചിലപ്പോൾ ആഴത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കിടക്കും. അപ്പോൾ അത് നമുക്ക് ഹീൽ ചെയ്യാനുള്ള, ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏതൊരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മുന്നോട്ടുള്ള ലൈഫ് മറ്റൊരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരാൾ എന്നോട് ദേഷ്യപ്പെടുമ്പം തിരിച്ച് അതേ ഇൻറ്റൻസിറ്റിയിൽ റിയാക്ഷനാണ് അവിടെ വരുന്നത്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ പ്രശ്നം കൂടുതൽ വഷളാവും. അപ്പം തൽക്കാലം ഒന്ന് സൈലന്റ് ആയിക്കൊണ്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാനുള്ളൊരു മനസ്സുണ്ടാവുകയാണെങ്കിൽ പരിഹാരം. അല്ലെങ്കിൽ ഈഗോയിൽ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാനും അങ്ങനെ പറഞ്ഞു, അവിടെ നിൽക്കുമ്പോൾ ആ സൊല്യൂഷൻ വരില്ല. രണ്ടുപേരും ആ ഈഗോ സ്റ്റേറ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാനെങ്കിലും നമുക്ക് പറ്റും. നമ്മളിപ്പോ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളിലുപരി രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തികളാണ്. ഇപ്പോ പുരുഷൻ അല്ലെങ്കിൽ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയുടെ വീട്ടിൽ ചിലപ്പോ ഇതുപോലെ അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടെ താമസിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡൊമിനൻസി ഒന്നും ഇല്ലാതെ ഈക്വലായി ട്രീറ്റ് ചെയ്തു പോകുന്ന രീതിയായിരിക്കാം. പക്ഷെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ മേ ബി അച്ഛൻ ഡൊമിനന്റ് ആയിരിക്കാം, അമ്മ കുറച്ചും കൂടി എന്താ പറയാ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കാം. ഇനി ഇവർ രണ്ടുപേരും കൂടി ഒന്നിക്കുമ്പോൾ ഈ പെൺകുട്ടി പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് ഹസ്ബൻഡ് എല്ലാം മുന്നിട്ട് നിന്ന് നോക്കുന്നതും, അല്ലെങ്കിൽ ഒരു ഡൊമിനന്റ് ആയ ഒരു ഹസ്ബൻഡിനെയും ഈ പെൺകുട്ടി പ്രതീക്ഷിക്കുന്നത്. നേരെ മറിച്ച് ഈ ഹസ്ബൻഡിനെ സംബന്ധിച്ച് എന്ത് വേണ്ടായിരിക്കും, ഒരു ഈക്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ. പക്ഷെ അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും നീഡ്സ് മീറ്റ് ചെയ്യാത്തൊരവസ്ഥ വരും. അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറില്ലേ? ആദ്യം തന്നെ നമ്മൾ എല്ലാവരും അറിയേണ്ട കാര്യം ഓൾ ആർ യുണീക്ക് എന്നുള്ളതാണ്. ഓൾ ആർ യുണീക്ക്, ഓരോരുത്തരും യുണീക്കാണ്. പ്ലസ് ഓരോരുത്തരും വരുന്ന സാഹചര്യങ്ങളും ഓരോ സാഹചര്യത്തിലാണ്. ആ അക്സെപ്റ്റൻസിലേക്ക് നമ്മൾ പോകുമ്പം, എനിക്ക് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ എങ്ങനെയായാലും ഐ അക്സെപ്റ്റ് ദാറ്റ് പേഴ്സൺ എന്ന ഒരു തോട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ആ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അക്സെപ്റ്റൻസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആയാലും ഐ ആം ഓക്കെ എന്നുള്ളത് വരുമല്ലോ. പിന്നെ പതുക്കെ നമുക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അപ്പോൾ പരസ്പരം ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത്
ബാക്കിയുള്ള കാര്യങ്ങളും ഇന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സാഹചര്യം ഇന്നതായിരുന്നു, എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലേക്ക് ഇപ്പം പോകാത്തത് കൊണ്ടാണ് പ്രശ്നം മുഴുവൻ. ഞാൻ എൻ്റെ മനസ്സിൽ ഇന്ന ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഞാൻ അതൊരിക്കലും എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ഞാൻ അതിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ എനിക്കിത് ചെയ്തു തന്നില്ല, ഈ ഒരു ടെൻഡൻസിയിൽ നമ്മൾ പോകും. അപ്പോൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാവും എൻ്റെ ഫാമിലി ഇങ്ങനെയായിരുന്നു, നിൻ്റെ ഫാമിലി ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് എന്ന് അവരുടെ ചലഞ്ച് എന്താണെന്ന് അവർ തിരിച്ചറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹീലിങ്ങിലേക്കാണെങ്കിലും എന്തിലേക്കും പോകേണ്ടത്. എന്താണ് ചലഞ്ച് എന്ന് തിരിച്ചറിയുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക്. അപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കാൻ തയ്യാറാകും. ഒട്ടും യോജിച്ച് പോകാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് എടുക്കാൻ തയ്യാറാവുള്ളൂ. ആ സമയത്ത് അവർക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിലേക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോ കല്യാണം എന്ന ഒരു ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പുകൾ, പ്രണയബന്ധങ്ങൾ ഇന്നത്തെ കാലത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് പ്രണയബന്ധങ്ങൾ. ഇപ്പൊ ഒരുപാട് ഷിപ്പുണ്ട്, റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റിലേഷൻഷിപ്പുകളുണ്ട്. ഇതിലെ ഏറ്റവും മെയിൻ വില്ലനായി നിൽക്കുന്ന ഒരു പ്രോബ്ലം ടോക്സിസിറ്റി ആണ്. അവൻ എന്നെ കൺട്രോൾ ചെയ്യുന്നു, എന്റെ പ്രൈവറ്റ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ എന്റേതായ കാര്യങ്ങളിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തു, എനിക്ക് ഫ്രീഡം തരുന്നില്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ ഒരു ക്യാരക്ടർ ഒരു ആൺകുട്ടിയിലാണെങ്കിലും പെൺകുട്ടിയിലാണെങ്കിലും ഒരു പേടിയാണ്. എന്ന് വെച്ചാൽ ചില കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അച്ഛനമ്മ സെപ്പറേറ്റഡ് ആയ ആൾക്കാര്, അതല്ലെങ്കിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഒന്നും സ്റ്റെബിൾ അല്ല എന്നുള്ളൊരു തോന്നലാണ്. അപ്പോ ഒരു റിലേഷൻഷിപ്പിനെയും വിശ്വസിക്കുന്നില്ല അവര്, അൾട്ടിമേറ്റ്ലി വിശ്വാസമില്ല. അപ്പോ ഇപ്പൊ ഞാനൊരു പ്രണയത്തിലാണ്, എന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണെന്നിരിക്കെ ഞാൻ അവിടെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും പോവും ഒരു ദിവസം. വിശ്വാസം ഇല്ല എനിക്ക് അവനിൽ. പിന്നെ ഞാൻ എന്ത് ചെയ്യും, അവൻ പോവാതിരിക്കാൻ വേണ്ടി അവനെ ഞാൻ കൺട്രോൾ ചെയ്യും, അവന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ ഇടപെടാൻ തുടങ്ങും. അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളാവില്ലേ? ഇത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് സെൽഫ് ട്രസ്റ്റ് ആണ്. നമുക്ക് വേറൊരാളെ വിശ്വാസം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ആ വിശ്വാസം ഇല്ലായ്മ തുടങ്ങുന്നത് എവിടെയാണ്? നമ്മളുടെ ചൈൽഡ്ഹുഡിലുള്ള എക്സ്പീരിയൻസുകളിൽ നിന്നാണ്. ഇപ്പം ഞാനിത് ചെയ്യുന്നത് ശരിയാവുന്നില്ല, ഇങ്ങനെ കുറേ ബിലീഫ് സിസ്റ്റം, ഇതൊക്കെ വന്നിട്ട് സെൽഫിൽ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരും. നമുക്ക് നമ്മളെ വിശ്വാസം ഇല്ലാത്തിടത്തോളം കാലം വേറൊരാളെ വിശ്വസിക്കാനും നമുക്ക് പ്രയാസമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഫിയർ, ലോസ്, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമോ, അത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഇവർ പാരൻസ് വേർപിരിയുന്നത്. അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണും. അപ്പോൾ അച്ഛൻ അവിടെ അച്ഛൻ്റെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ എന്നിലേക്ക് വരുന്ന ഞാൻ പ്രിയപ്പെട്ടത്, ഞാൻ സ്നേഹിക്കുന്നത്, അവരൊക്കെ എന്നിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ളൊരു ഫിയർ ഉണ്ടാകും. അത് ഈ ഒരു ശരിക്കും ഈ ഡൈവോഴ്സ് എന്ന് പറയുന്നത് കുട്ടികളുള്ള അവർക്ക്, ആ കുട്ടികൾക്കതൊരു ട്രോമയാണ്. പാരൻസ് അവരവരുടെ ഇതിന് വേണ്ടിയിട്ടാണല്ലോ അവർ സെപ്പറേറ്റ് ആവുന്നത്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ട്രോമാറ്റിക് സിറ്റുവേഷനാണ്. പറഞ്ഞു മനസ്സിലാക്കി പോവുക എന്നുള്ളത്. യെസ്, പറഞ്ഞ് മനസ്സിലാക്കിയാലും അത് ട്രോമയാണ്. അതിനും ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒരു ഫാമിലിയിൽ അച്ഛനും അമ്മയും ഒരു മോളേ ഉള്ളവർക്ക്, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർക്ക് തമ്മിൽ യോജിച്ച് പോകാൻ പറ്റുന്നില്ല. പക്ഷെ കുട്ടിക്ക് വേണ്ടി അവർ ഒരു വീട്ടിൽ താമസിക്കാൻ റെഡിയാണ്. അവരൊരു വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ കുട്ടി എപ്പോഴും അസ്വസ്ഥയാണ്. കുട്ടിയോട് ഇവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ അത്ര ഇതല്ല, അപ്പം നിൻ്റെ ഒരു സേഫിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നത് എന്നുള്ളത് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ എപ്പോഴും അസ്വസ്ഥയാണ്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്തിനാണ് ഇതൊക്കെ, വെറുതെ അല്ലേ, എനിക്ക് മാത്രം ഇങ്ങനെ മറ്റു കുട്ടികളെ പോലെയുള്ളൊരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഫേക്ക് വേൾഡിലാണ് അവൾ താമസിക്കുന്നതെന്നാണ് അവൾ കുറച്ച് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രായമാകുമ്പോൾ പക്ഷെ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ ആ കുട്ടി അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഒരു ഫേക്ക് വേൾഡ് അല്ലേ, ഞാൻ എന്തായാലും എൻ്റെ ഒരു പ്രായം കഴിയുമ്പോൾ ഞാൻ ഇവരുടെ കൂടെ നിൽക്കത്തില്ല, പഠിക്കാനായിട്ട് ഞാൻ എവിടെയെങ്കിലും ഇവരിൽ നിന്ന് ഞാൻ മാറും. പക്ഷെ ഇവർ കുട്ടിക്ക് വേണ്ടിയാണ് അവിടെ നിൽക്കുന്നതെങ്കിലും യാതൊരു പ്രയോജനം, എഫേർട്ടൊക്കെ വെറുതെയാണ്, അതിന് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്. അപ്പം ഈ ഒരു ലൈഫ് കണ്ടു വളരുന്ന കുട്ടി വേറെ ലൈഫിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അവിടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയി മാറാം. ഇനി അവൾ അല്ലെങ്കിൽ ആ ലൈഫ് അങ്ങനെ ഇങ്ങനെയാണ് ലൈഫ്, ഇനി എനിക്കൊരു ലൈഫേ വേണ്ടെന്ന് വരെ ഡിസൈഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു പാരൻസിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കുട്ടികളെ നമ്മൾ വിചാരിക്കുക അത് വളരെ നിസ്സാരം, പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അവരെ കുഞ്ഞു മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത്
വളരെ ആഴത്തിലുള്ള മുറിവ് സൃഷ്ടിക്കും. നമ്മളിപ്പോ ഈ ക്രിസ്ത്യൻ മതത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ കല്യാണത്തിന് മുന്നേ കൗൺസിലിങ്ങുകളുണ്ട്, കുടുംബ കൗൺസിലിങ്ങുകളുണ്ട്. പക്ഷേ അതും എത്രത്തോളം എന്താ പറയാ വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ മറ്റു മതങ്ങളെ സംബന്ധിച്ച് അതില്ല, അല്ലെങ്കിൽ ഇനി മതം നോക്കാത്തവരെ സംബന്ധിച്ചും അതില്ല. അപ്പൊ ശരിക്കും പറഞ്ഞൊരു കൗൺസിലിംഗ് അതല്ലെങ്കിൽ ഇപ്പൊ മാം പറഞ്ഞ പോലെ ഒരു ഹീലിംഗ് തെറാപ്പി ഈ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് കൊടുക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഊണ്ടുകൾ കാണുമല്ലോ. ഇപ്പം വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ആണെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും ചിലപ്പോൾ പ്രശ്നം, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കും പ്രശ്നം വരുന്നത്. അപ്പം ഇവരിങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടും കേട്ടും ഒക്കെയാണ് ഉള്ളത്. അതിൽ വെച്ചൊരു ബിലീഫ് സിസ്റ്റം തന്നെ അവരുണ്ടാക്കിയെടുക്കും. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഒരു കുട്ടി ലവ് മാരേജ് കല്യാണം റെഡിയായി കല്യാണം കഴിച്ചു, പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് പേടിയാണ്, അവരുടെ ഇതിൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്, എനിക്കിത് സംഭവിക്കുമോ. പക്ഷേ ലവ് മാരേജ് ആണ്, ഓൾറെഡി ലവ് മാരേജ് ആണ്. പക്ഷേ ആ ഫിയർ ഉള്ളിലുണ്ട്, ഏതെങ്കിലും സമയത്ത് എൻ്റെ ലൈഫും എൻ്റെ അച്ഛനും അമ്മയും എടുത്ത എക്സ്പീരിയൻസ് ഞാൻ ഇനി എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കേണ്ടി വരില്ല, അത് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ലൈഫ്. ഇയാൾ വേറൊരു പേഴ്സൺ ആണല്ലോ, ഇയാളുടെ ലൈഫും ഇയാളുടെ എക്സ്പീരിയൻസും വേറെയാണ്. അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും, അല്ലെങ്കിൽ അവർ ഈ ഫിയർ ഇടും. ഇപ്പം എൻ്റെ വീട്ടിൽ നമ്മൾ പറയില്ല ക്യാൻസറൊക്കെ ഹെറിഡിറ്റി ആയിട്ട് വരും എന്ന് പറയും പോലെ, ഇവർക്കുണ്ടെങ്കിൽ ഇന്ന ആൾക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ എനിക്കിത് സംഭവിക്കുമോ, നമ്മൾ എന്താണോ ഭയപ്പെടുന്നത് അത് സംഭവിച്ചിരിക്കും. അപ്പം ആ തോട്ട് മാറ്റിക്കൊടുക്കുക, അതങ്ങനെയല്ല, അവർ വേറെ ഞാൻ വേറെ. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു അച്ഛനും അമ്മയ്ക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 സ്വഭാവമാണ്, 4 രീതിയിലാണ് അവരൊരു കാര്യത്തിനോട് പ്രതികരിക്കുന്നത്. ഒരു കാര്യത്തിന് അവർ ഒരുപോലെ പ്രതികരിക്കുന്നില്ല. അപ്പം 4 പേർക്കുള്ള എക്സ്പീരിയൻസ് വേറെ വേറെയാണ്. ഒരാൾ ചിലപ്പോൾ ഭയങ്കര ഉന്നതമായ തലങ്ങളിൽ എത്തിയിരിക്കും, ചിലപ്പോൾ ഒരാൾ അതിലും ഏറ്റവും കുറഞ്ഞ ഇതിലായിരിക്കും പോകുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ട് 4 പേരും ഒരുപോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധിക്കുന്നൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് വേറെ വേറെയാണ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.